രാമചരിതമാനസം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? വരിക, നമുക്കറിയാം. ഗോസ്വാമി തുളസിദാസ് ശ്രീരാമന്റെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം. ദിവസവും അദ്ദേഹം രാമചരിതമാനസം എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഹനുമാനെ നേരിൽ കാണണം. ഒരു ദിവസം കാശിയിലെ കടാവുൾ കോട്ടയിൽ വെച്ച് തുളസിദാസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു വൃദ്ധൻ ദിവസവും വന്ന് അദ്ദേഹത്തിന്റെ കവിതകൾ കേൾക്കും. എല്ലാവർക്കും മുൻപേ വരികയും എല്ലാവരും പോയ ശേഷം മാത്രം മടങ്ങുകയും ചെയ്യുന്ന ആളെപ്പറ്റി തുളസിദാസിന് സംശയമായി. ആരാണിദ്ദേഹം? തുളസിദാസ് ആ വൃദ്ധന്റെ പിന്നാലെ പോയി. പെട്ടെന്ന് ആ വൃദ്ധൻ നെട്ടെന്ന് ആ വൃദ്ധൻ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. ആ മുഖം, അത് സാക്ഷാൽ ഹനുമാന്റെ മുഖമായിരുന്നു. കരുണ വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ. തുളസിദാസ് ഭക്തിയോടെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ഹനുമാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: തുളസി, നിന്റെ ഭക്തി എന്നെ ഇവിടേക്ക് വലിച്ചുകൊണ്ടുവന്നു. നീ എഴുതുന്ന ഓരോ വാക്കിലും രാമനുണ്ട്, നീ ഒറ്റയ്ക്കല്ല. അദ്ദേഹം അനുഗ്രഹിച്ചു. അന്നു മുതൽ തുളസിദാസ് കൂടുതൽ ആവേശത്തോടെ എഴുതി. അങ്ങനെ ലോകം വാഴ്ത്തുന്ന രാമചരിതമാനസം പിറന്നു. ഹനുമാൻ ഇന്നും തന്റെ ഭക്തർക്കായി വരാറുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോ? ജയ് ഹനുമാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത അത്ഭുതം ഇതിലും വലുതാണ്.